മണം കൊണ്ട് മേല എനിക്കെങ്ങും പറ്റിയിരുന്നു അലക്കാൻ. ഞാനാരാ വേലക്കാരിയോ? അപ്പന്റെ തുണി കഴുകാൻ. നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ കഴുകണ്ട, എനിക്കറിയാൻ കഴുകാൻ. ബാങ്കിലെ കടം കൊണ്ടേ ജപ്തിയായപ്പം എൻ്റെ അച്ഛനാണ് നിങ്ങളെ രക്ഷിച്ചത്. അതെ, ഓർമ്മ വേണം. ഒരു മാസമായി ആശുപത്രി ചാവക്കാറായി കിടപ്പുണ്ടല്ലോ. കൊണ്ടാരം മനുഷ്യന്റെ ബുദ്ധിമുട്ടിപ്പം കിടക്കുക. ആയ കാലത്ത് വല്ല മഹാഭാവം ചെയ്ത് കാണും, അതാണ് ഇങ്ങനെ കിടക്കണത്. മരിക്കാറായി കിടക്കുന്നേ എൻ്റെ അച്ഛനാ. കുറച്ചുകൂടി മാന്യമായി പെരുമാറാൻ നോക്കണം, അല്ലെങ്കിൽ കൊന്നുകളയും നിന്നെ. ഇയാളെന്നെ മാന്യതയൊന്നും പഠിപ്പിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്. ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾ അച്ഛനെയും കെട്ടിപ്പിടിച്ച് ഇവിടെ അങ്ങ് ഇരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു സാധനവും ഇല്ല. പിള്ളേരുടെ ഫീസ് കൊടുത്തിട്ടില്ല, കറണ്ട് ചാർജ് അടച്ചിട്ടില്ല, വാടക കൊടുത്തിട്ടില്ല. ജോലിക്ക് പോകണം. ഇവിടെ നീ ഉണ്ടല്ലോ. എല്ലാവരും മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന പോലെ നമുക്ക് നോക്കണം. വേറെയും മക്കളുണ്ടല്ലോ, അങ്ങോട്ട് കൊണ്ടുപോട്ടെ. എല്ലാ കുരിശും നിങ്ങൾ തന്നെ ചുമക്കേണ്ട കാര്യമുണ്ടോ? കുരിശോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. മരണം വരെ ഞാൻ അച്ഛനെ സംരക്ഷിക്കും. എനിക്ക് നിങ്ങളുടെ അച്ഛന്റെ തീട്ടോ മൂത്രവും വരാൻ പറ്റത്തില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവുക. എടേ, നീ എങ്ങനെ ചെല്ല്. നിന്നോട് പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഭാര്യ എന്ന് പറയുന്നത് വേർപെടുത്തിയാൽ പിരിയാവുന്ന ബന്ധമേ ഉള്ളൂ. പക്ഷേ അച്ഛനും അമ്മയും അതല്ല. ഒരിക്കലും വേർപെടുത്തിയാൽ പിരിയില്ലത്. അത് രക്തബന്ധമാണ്. നിങ്ങളെ അച്ഛൻ്റെ അടുത്തങ്ങ് ഇരുന്നോ. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാനേ വൃദ്ധസദനങ്ങൾ പോലുള്ള എത്രയോ സ്ഥാപനങ്ങളുണ്ട്, അവിടെ കൊണ്ടുവന്നാക്കണം. നിന്റെ അച്ഛൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിനക്ക് ഈ അറപ്പും വെറുപ്പും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആഹാ, അപ്പൊ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല, ഞാൻ പോവുക. നിങ്ങളുടെ അച്ഛന്റെ മരണശേഷം മാത്രമേ ഞാൻ ഈ വീട്ടിൽ കാലുകുത്തൂ. സുഖദുഃഖത്തിൽ പങ്കുചേരേണ്ടവളാണ് ഭാര്യ. അച്ഛനെ അച്ഛനായിട്ടും അമ്മയെ അമ്മയായിട്ടും കാണാൻ കഴിയാതെ തോന്നുമ്പോൾ പോകാനും വരാനുള്ള സ്ഥലമല്ല ഇത്. സുഖദുഃഖത്തിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്നോട് വിളമ്പണ്ട. നിങ്ങൾ പറയുന്നതും കേട്ട് വേലക്കാരിയെ പോലെ നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ പോവുക. പൊക്കോ, നീ എവിടെയാണെന്ന് പൊക്കോ. എനിക്കറിയാം എന്റെ അച്ഛനെ നോക്കാൻ. ദുഷ്ടേ, നീ പൊക്കോടി, എനിക്ക് വേണ്ടടി നിന്നെ. ഇനി നീ ഈ പടി ചവിട്ടി പോരു. എന്റെ വേലിക്കകത്ത് കയറി പോരുന്നു നീ. സോറി അപ്പോട്ടാ, ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. അപ്പുവേട്ടാ, നമ്മുടെ അച്ഛൻ പോയി.